ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. പലരും വിസിറ്റിംഗ് വീസ ഒക്കെ എടുത്തതിന് ശേഷമായിരിക്കും ഈ CV പ്രിപ്പറേഷൻ്റെ ചടങ്ങിലേക്ക് കിടക്കുക. മിക്കവാറും ഫ്രണ്ട്സിൻ്റെയോ മറ്റുള്ളവരുടെ ആരെങ്കിലും CV വാങ്ങിച്ചിട്ട് അത് കോപ്പി ചെയ്യും. അതായത് ബേസിക് ആയിട്ടുള്ള അവരുടെ കാര്യങ്ങൾ ഫിൽ ചെയ്തിട്ട് ബാക്കി അതിലുള്ള അതേപോലെ തന്നെ കീപ്പ് ചെയ്ത് പോകും. ഓക്കെ, മിക്കവാറും ഈ CV അയച്ച് ഇന്റർവ്യൂ കിട്ടുന്ന സമയത്ത് ഇന്റർവ്യൂർ അതിൽ എഴുതിയിട്ടുള്ള ജോബ് പ്രൊഫൈലുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ അത് കാണുമ്പോൾ അവർക്ക് തന്നെ അറിയാം CV കോപ്പിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അറിയുന്ന കാര്യങ്ങൾ മാത്രം ജോബ് പ്രൊഫൈലിൽ എന്ത് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നമ്മുടെ CVയിൽ ജോബ് പ്രൊഫൈലിൽ PDC മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മേ ബി അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ അവർ ചോദിക്കും. ഫോർ എക്സാമ്പിൾ 29th June 2024 നമ്മുടെ കമ്പനിയിലേക്ക് ടൈം പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ബിൽഡേഴ്സിന്റെ നമ്മുടെ ഓഫീസ് ഉണ്ട്. അടുത്ത 12 മാസത്തേക്കുള്ള ഓഫീസ് റെന്റിന്റെ അടയ്ക്കേണ്ട ഇൻവോയ്സ് വന്നിട്ടുണ്ട്. ഇതാണ് ഇൻവോയ്സ് വാല്യൂ. അപ്പോൾ അതിൽ ജൂലൈ മുതൽ അടുത്ത വർഷം ജൂൺ വരെയുള്ള റെന്റ് പെർ മന്ത് 12,000 വെച്ച് 12 മാസത്തേക്കുള്ള റെന്റ് പ്ലസ് 5% ആയിട്ടുള്ള ഇൻവോയ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഇൻവോയ്സ് കിട്ടി കഴിഞ്ഞാൽ അതിന്റെ എൻട്രി പാസ് ചെയ്യണം. ദെൻ ഈ എമൗണ്ട് നമ്മൾ 4 PDC ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ചെക്കിന്റെ ഡേറ്റുകൾ തന്നിട്ടുണ്ട്, ഓരോ PDCയുടെ ഡേറ്റ് തന്നിട്ടുണ്ട്, കവറിംഗ് പീരീഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് PDCയുടെ ഡേറ്റ് പ്ലസ് എമൗണ്ട് ശ്രദ്ധിക്കുക. അതായത് ഈ 3 മാസത്തേക്കുള്ള റെന്റ് 12,000 36,000 പ്ലസ് 5% വാറ്റ് മൊത്തം കൂടെ കൂട്ടിയിട്ടുള്ള PDC ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഓരോ PDCയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ PDC ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് എൻട്രീസ് ഒക്കെയാണ് പാസ് ചെയ്യാം.